16 വയതിനിലെ എന്ന സിനിമ ഇറങ്ങി തിയേറ്ററിൽ 2 ആഴ്ച പിന്നിട്ട സമയം ഒരു നിർമ്മാതാവ് തൻ്റെ പുതിയ ചിത്രത്തിലേക്ക് ഒരു വേഷം ചെയ്യുന്നതിനായി അദ്ദേഹത്തെ സമീപിച്ചു. 6000 രൂപയാണ് പ്രതിഫലമായി ഉറപ്പിച്ചത്. 1000 രൂപ അഡ്വാൻസ് നൽകാമെന്നും പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമായി ലൊക്കേഷനിലേക്ക് എത്താൻ പ്രൊഡക്ഷനിൽ നിന്ന് കാർ എത്തി. AVM സ്റ്റുഡിയോയിലെ ലൊക്കേഷനിലേക്ക് എത്തി. മുൻകൂറായി നൽകേണ്ട പണത്തെപ്പറ്റി പ്രൊഡക്ഷൻ ടീമിനോട് സംസാരിച്ചു. എന്നാൽ നിർമ്മാതാവ് അവരെ പണം ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവർ കൈമലർത്തി. അഡ്വാൻസ് കിട്ടിയാലേ മേക്കപ്പ് ഇടുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിർമ്മാതാവ് സ്ഥലത്തെത്തി. കാറിൽ നിന്നിറങ്ങിയ അയാൾ നടനെ ചീത്ത വിളിച്ചു തുടങ്ങി. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ വലിയ ഹീറോയാണെന്നാണോ? 4-5 പടമല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് വേഷവുമില്ല, ഒന്നുമില്ല, പോടാ എന്ന് പറഞ്ഞു. എന്നാൽ എടുത്തെടുത്ത് ഇറക്കി വിടാൻ ആവശ്യപ്പെട്ടപ്പോൾ നിർമ്മാതാവ് പറഞ്ഞു, നീ നടന്നു പോയാൽ മതിയെന്ന്. അപമാനിക്കപ്പെട്ട് തെരുവിലൂടെ നടന്നുപോയ അയാളെ കുറച്ചാളുകളെങ്കിലും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഫിയറ്റ് കാറിൽ തന്നെ ഇറക്കി വിട്ട അതേ സ്ഥലത്തെത്തി അവിടെ വണ്ടി നിർത്തി 555 സിഗരറ്റ് വണ്ടിയിൽ ചാരി നിന്ന് വലിച്ച ആ നടനാണ് രജനീകാന്ത്.